മോഹൻലാൽ നായകനായി എത്തിയ ഹിറ്റ് ചിത്രം ഹൃദയപൂർവ്വം OTT-യിലെത്തി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിച്ച ചിത്രം 100 കോടി ക്ലബിൽ എത്തിയതിന് പിന്നാലെയാണ് OTT-യിലെത്തിയത്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിച്ച ചിത്രം എന്നതായിരുന്നു ഹൃദയപൂർവ്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാത്തിരിപ്പുകൾക്കൊടുവിൽ ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഇതിന് പിന്നാലെ സെപ്റ്റംബർ 26-ന് ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചപ്പോഴും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ രേഖപ്പെടുത്തിയത്. ഓണം റിലീസായ ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം 100 കോടി ക്ലബിലെത്തിയിരുന്നു. എമ്പുരാൻ, തുടരും എന്നീ സിനിമകൾക്ക് ശേഷം ഈ വർഷം തുടർച്ചയായി 3-ാം തവണയാണ് മോഹൻലാൽ ചിത്രം ഈ അഭിമാന നേട്ടം കൈവരിക്കുന്നത്. 268 കോടിയാണ് എമ്പുരാന്റെ ആകെ കളക്ഷനെങ്കിൽ 235 കോടി രൂപയാണ് തുടരും നേടിയത്. ഇതാദ്യമായാകും ഒരു നടന്റെ 3 സിനിമകൾ ഒരേ വർഷം 100 കോടി ക്ലബിൽ ഇടം നേടുന്നത്. അതേസമയം 100 കോടി ക്ലബിൽ ഇടം നേടുന്ന സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ആദ്യ സിനിമയായും ഹൃദയപൂർവ്വം മാറി. ആഗോള കളക്ഷനും സിനിമയ്ക്ക് ലഭിച്ച ബിസിനസും ചേർത്താണ് 100 കോടിയിലേക്ക് ചിത്രം എത്തിയിരിക്കുന്നത്. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. സിനിമയെ സ്വീകരിച്ച പ്രേക്ഷകരോട് മോഹൻലാൽ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം സിനിമ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും സ്വാഗതം ചെയ്തതിന് നന്ദിയെന്നും കുടുംബങ്ങൾ ഒത്തുചേരുന്നതും പുഞ്ചിരിക്കുന്നതും ചിരിക്കുന്നതും ഞങ്ങൾക്കൊപ്പം കണ്ണുനീർ പൊഴിക്കുന്നതും കാണുന്നത് ശരിക്കും ഹൃദയസ്പർശിയായി തോന്നിയെന്നും മോഹൻലാൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. സംഗീതിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത്. സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടികൾ തന്നെ ലഭിക്കുന്നുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ച കരിയറിൽ നിരവധി നേട്ടങ്ങളാണ് ഈ വർഷം സ്വന്തമാക്കിയത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഒരു സത്യൻ അന്തിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത്. പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന 20ാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം. ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നെന്ന പ്രത്യേകതയുമുണ്ട്. സംഗീത, ലാലു അലക്സ്, സംഗീത് പ്രതാപ്, സിദ്ദിഖ്, ബാബുരാജ്, സബിത ആനന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മനു മഞ്ജിത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നിരിക്കുന്നത്. അനുമുത്തേടത്താണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.